യെസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് നാഷണലിസം സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി? അപ്പൊ എങ്ങനെയാണ് നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു തീം, ലൈക്ക് കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു തീം, ഹൗ ഇറ്റ് എഫക്ട് ഇംഗ്ലീഷ് പോയട്രി? ഇംഗ്ലീഷ് പോയട്രിയിൽ അതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? Nationalism, which developed after the British arrival, inspired a strong sense of identity. അപ്പോൾ എന്തൊക്കെയാണ് നാഷണലിസം കൊണ്ടുവരുന്നത്? സ്ട്രോങ് സെൻസ് ഓഫ് ഐഡന്റിറ്റി, യൂണിറ്റി, ലിബർട്ടി ആൻഡ് പ്രോഗ്രസ്. ലൈക്ക് ഇന്ത്യയെ ഒരുപാട് പേർ, അതായത് ബ്രിട്ടീഷ് കൊളോണിയലിസം ചൂഷണം ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പീപ്പിൾസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു വികാരത്തെയാണ് നമ്മൾ നാഷണലിസം എന്ന് പറയുന്നത്. എന്ത് വികാരം? ഐഡന്റിറ്റി. എ സ്ട്രോങ് സെൻസ് ഓഫ് ഐഡന്റിറ്റി, യൂണിറ്റി, ലിബർട്ടി ആൻഡ് പ്രോഗ്രസ്. So this national spirit was reflected in poetry, leading poets to express Hindu nationalism and patriotism. അപ്പോൾ ഇത് പോയട്രിയിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹിന്ദു നാഷണലിസം ആൻഡ് പാട്രിയോട്ടിസത്തെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള പോയറ്റിക് എലമെന്റ്സും പോയട്രിയും ഡിറൈവ് ചെയ്തിട്ടുണ്ട്. It helped poets build cultural identity by recognizing Indian root. അപ്പൊ എന്താണ് അവരുടെ ആ പോയട്രിയിൽ അവർ മെയിൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരുന്നത്? അവരുടെ ഇന്ത്യൻ റൂട്ടിന്റെ പ്രത്യേകതയും അതിൽ അവർ അഭിമാനം കൊള്ളുന്ന ആ ഒരു സീനൊക്കെയാണ് പറയുന്നത്. അതാണ് നാഷണലിസം പ്രൊമോട്ട് ചെയ്യാൻ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിക്ക് ഒരു വെൽ റോൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലെ? ഓക്കെ ആണോ? യെസ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സം കീ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പോയട്രി ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്? അപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ കീ ഫീച്ചേഴ്സ് ആണ് മോഡേൺ ഇംഗ്ലീഷ് പോയട്രിക്ക് ഉള്ളത്? Key features include the rejection of mythological stories. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി മോഡേണിസത്തിലേക്ക് പോയ സമയത്ത്, ഒരു ആൻഷ്യന്റ് ലൈക്ക് ബ്രിട്ടീഷേഴ്സ് വന്ന സമയത്തുള്ള ഇംഗ്ലീഷ് പോയട്രിയിലൊക്കെ കൂടുതലായിട്ട് എന്ത് കണ്ടിരുന്നു നമ്മൾ? മിത്തോളജിക്കൽ എലമെന്റ്സ്, അതുപോലെ തന്നെ രാമായണ മഹാഭാരതത്തിലേക്ക് റീടെൽ ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ? പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുന്നു? മോഡേണിസത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് വരുന്നത്? റിജക്ഷൻ ഓഫ് മിത്തോളജിക്കൽ സ്റ്റോറീസ്. മിത്തോളജിക്കൽ സ്റ്റോറി റീടെൽ ചെയ്യുന്ന ആ ഒരു രീതി തന്നെ റിജക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ലൈക്ക് അങ്ങനെ ഒരു റൈറ്റിംഗ്സ് ഒന്നും വരാതാവുന്നു. എന്തൊക്കെയാണ്? അവോയ്ഡിങ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചറിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബീയിങ് മോർ സെക്കുലർ ആൻഡ് റിയലിസ്റ്റിക്, ഫോക്കസിങ് ഓൺ ദ റിയൽ ലൈഫ് ഇഷ്യൂസ്. മോഡേണിസ്റ്റ് ഇംഗ്ലീഷ് ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിലേക്ക് പിന്നീട് എന്ത് വരികയാണ് ചെയ്യുന്നത്? ബീയിങ് മോർ സെക്കുലർ ആൻഡ് റിയലിസ്റ്റിക് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ കൾച്ചറിനെ വെറുതെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റൈറ്റിംഗ് എല്ലാം നിർത്തിയിട്ട് മോഡേണിസത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? റിയലിസ്റ്റിക് മാനർ ആണ് അവർ ഡെപിക്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ ലൈഫ്, ഇന്ത്യൻ പീപ്പിൾസിന്റെ ആ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസസ്, റിയൽ ലൈഫ് ഈവൻസിനെയൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. Being open and bold in discussing topics like sexuality, religion, and using irony and sarcasm to criticize social issues. അപ്പോൾ സോഷ്യൽ ഇഷ്യൂസിനെ ക്രിട്ടിസൈസ് ചെയ്യാനും, അതുപോലെ തന്നെ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിലീജിയൻ, സെക്ഷുവാലിറ്റി, ഇതിനെ കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ട് റിയാലിറ്റി പറയാനാണ് ശ്രമിച്ചിരുന്നത്. Then themes often include alienation, identity crisis or partition and patriarchy and liberations ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന തീംസ്. എന്തൊക്കെയായിരുന്നു? ഐഡന്റിറ്റി ക്രൈസിസ്. ഇന്ത്യ ബ്രിട്ടീഷേഴ്സ് പോയ സമയത്ത് ബ്രിട്ടീഷേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടായിരുന്നു. ബട്ട് ഇന്ത്യയിലുള്ള ഒരു ബിലോങ്ങിങ്നെസ് മാത്രം മതി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾസിനെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് ഇന്ത്യൻ പീപ്പിൾസിനെ ഒരു ഐഡന്റിറ്റി ക്രൈസിസിലേക്ക് എത്തിക്കാൻ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു തീമായിട്ട് മോഡേണിസ്റ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ദെൻ ഏലിയനേഷൻ എങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്? പിന്നെ പാർട്ടീഷന്റെ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യൻ പാർട്ടീഷന്റെ സമയത്ത് വരുന്ന ഒരുപാട് ഐഡന്റിറ്റി ക്രൈസിസും ഏലിയനേഷൻസും ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു കോൺട്രവൻസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ പെട്രിയാർക്കി ആൻഡ് ലിബറേഷൻ, ഇതിനെ കുറിച്ചൊക്കെയായിരുന്നു പിന്നീട് മോഡേണിസ്റ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ ലിറ്ററേച്ചറെ ഫോക്കസ് ചെയ്തിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം, അല്ലെ? യെസ്. Who is considered the father of modern Indian English poetry? Who is considered as the father of modern Indian English poetry? Which is Nizim Ezekiel ആണ് മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിസിം എസെക്കിയേൽ ഒരു ന്യൂ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗും ന്യൂ സ്റ്റൈൽ ഓഫ് പോയട്രിയും ന്യൂ സ്ട്രക്ചർ ഓഫ് പോയട്രി ഒക്കെയാണ് കൊണ്ടുവന്നത്? അതൊരു മോഡേണിസത്തിന്റെ ഒരു ബിഗിനിങ് സ്റ്റെപ്പ് ആയിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എസെക്കിയേലിന്റെ പോം ഡിസ്കസ് ചെയ്ത സമയത്ത്. ഓർമ്മയുണ്ടോ? ഓക്കെ ആണോ? യൂണിറ്റ് 3 കംപ്ലീറ്റ്ലി? ഓക്കെ, then move on to unit 3.
Define drama and explain its origins and purpose. Define drama and explain its origin and purpose. എന്താണ് ഡ്രാമ, അതുപോലെ തന്നെ അതിന്റെ ഒറിജിൻ ആൻഡ് പർപ്പസ് എന്തൊക്കെയാണ്? യൂണിറ്റ് 3 നമ്മൾ ഡ്രാമയെ കുറിച്ചും ഡ്രാമയുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ എന്തൊക്കെ കൈൻഡ്സ് ഓഫ് ഡ്രാമയായിരുന്നു ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് അല്ലെ ഡിസ്കസ് ചെയ്തിരുന്നത്. So, എന്താണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ? Based on the source, drama is a literary form that presents fictional or real events through dialogues, prose or poetry. അപ്പോൾ എന്താണ് ഡ്രാമ എന്ന് പറയുന്നത്? ഡ്രാമ is a literary form that presents fictional or real events. Fictional or real eventsനെ ഡയലോഗ്സ് വെച്ചുകൊണ്ട് ഒരു പിക്ചറൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഡ്രാമ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം അല്ലേ? So it is a three-dimensional form that being literature to life. അപ്പോൾ ലിറ്ററേച്ചറിനെ 3 രീതിയിലൂടെയാണ് ഡ്രാമ ലൈഫ് നൽകുന്നത്. ലിറ്ററേച്ചറിന് ലൈഫ് നൽകുന്ന ഒരു പ്രോസസ്സാണ് ഡ്രാമ എന്ന് പറയുന്നത്. 3 രീതിയിലൂടെയാണ് അതിന് ലൈഫ് നൽകുന്നത്. എങ്ങനെ? എംഫസൈസിങ് തിയേട്രിക്കാലിറ്റി ആൻഡ് ആക്ഷൻ ഡയലോഗ് ആൻഡ് തിയേട്രിക്കാലിറ്റി യൂസ് ചെയ്തിട്ടാണ് ലിറ്ററേച്ചറിന് ഒരു ലൈഫ് നൽകുന്നത് ഡ്രാമ. Then drama originated from Greek traditions and has been practiced since Aristotle's time. അപ്പോൾ എന്താണ്? ഗ്രീക്ക് ട്രഡീഷൻ മുതലേ ഡ്രാമ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് and since it is practiced till Aristotle's time. It is used to convey societal messages. Indian drama has been influenced by Greek and Western theatre. അപ്പോൾ ഇന്ത്യൻ ഡ്രാമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള തിയേറ്റേഴ്സ് ആണ് ഗ്രീക്ക് ആൻഡ് വെസ്റ്റേൺ തിയേറ്റേഴ്സ്. And it is convey societal messages. എന്താണ്? സൊസൈറ്റൽ മെസ്സേജസ് ആണ് കൺവേ ചെയ്യുന്നത്. ഗ്രീക്ക് ആൻഡ് വെസ്റ്റേൺ തിയേറ്റേഴ്സ് ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ ഡ്രാമ വരുന്നത് and it is convey the societal messages. ഓക്കെ ആണോ? Okay, move on to next question. Discuss the significance of Bharata Muni and his treatise, the Natya Shastra, in the context of ancient Indian theatre. അപ്പോൾ ancient Indian theatre ബേസ് ചെയ്തിട്ട് ഭരതമുനിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ആരായിരുന്നു ഭരതമുനി ആൻഡ് ഭരതമുനിയുടെ ട്രീറ്റി ആയിട്ടുള്ള നാട്യശാസ്ത്രയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഭരതമുനി regarded as the father of Indian theatre and authored the Natya Shastra around 500 BC. The world's first text on dramaturgy. അപ്പോൾ എന്തായിരുന്നു നാട്യശാസ്ത്ര? The world's first text on dramaturgy. ഡ്രാമയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഡ്രാമയുടെ പ്ലേമെന്റിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വർക്ക് ആയിരുന്നു നാട്യശാസ്ത്ര. Comprising 6,000 Sanskrit couplets in 36 chapters. It covers all aspects of theatre, including speech, dance, music, acting, stage design, and more. So, stage designing ine kurichu, acting ine kurichu, music, like ഡ്രാമയുടെ ആ പ്രോസസ്സിന്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മ്യൂസിക്, ഡാൻസ്, സ്പീച്ചസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വർക്കാണ് നാട്യശാസ്ത്ര. And its key contribution in Rasa theory. എന്തായിരുന്നു നാട്യശാസ്ത്രയുടെ ഒരു key contribution? ആ തിയറിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. That is Rasa theory, which seeks to evoke deep emotions and guide audience towards spiritual and moral insight. എന്താണ് രസ തിയറി പറയുന്നത്? ഓരോ സിറ്റുവേഷൻസിന്റെ സമയത്തും ഓഡിയൻസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമോഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു തിയറിയാണ് അല്ലെ രസ തിയറി എന്ന് പറയുന്നത്. സോ ആ ഒരു തിയറി ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മേജർ വർക്ക് ആണ് നാട്യശാസ്ത്ര, ഭരതമുനിയുടെ നാട്യശാസ്ത്ര. ഓക്കെ ആണോ? യെസ്, ഓക്കെ. Then next question, explain the concept of Lokanatya or people's theatre and provide example of its regional styles. അപ്പോൾ ലോകനാട്യ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് തിയേറ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പീപ്പിൾസ് തിയേറ്റർ എന്നും പറയും. ലോകനാട്യ literally means people's theatre. It originated in various Indian states from 17th century onwards. അപ്പോൾ 17th century onwards ഇന്ത്യൻ സ്റ്റേറ്റ്സിലെല്ലാം ഒറിജിൻ ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് തിയേറ്റർ ആണ് പീപ്പിൾസ് തിയേറ്റർ. Each state developed its own unique drama styles based on regional culture and traditions. അപ്പോൾ പീപ്പിൾസ് തിയേറ്ററിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? ഓരോ ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ, ഇന്ത്യയുടെ ഡിഫറെന്റ് സ്റ്റേറ്റ്സും ഡിഫറെന്റ് കൾച്ചറും ട്രഡീഷനും റിലീജനും ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണല്ലോ അല്ലെ? സോ അങ്ങനെ ഒരു രീതിയിലുള്ള ആളുകൾക്ക് പീപ്പിൾസ് തിയേറ്റർ അവരുടെ രീതിയിൽ മോൾഡ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് തിയേറ്റർ ആയിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് വൈസ് സ്റ്റേറ്റ് അതിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് അറിയപ്പെടുന്ന നെയിമിലായാലും അതിന്റെ പ്രോസസ്സിങ്ങിലായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ചേഞ്ചസ് അതിനുണ്ടായിരുന്നു. അപ്പൊ ഓരോ നാട്ടിലും അതിന് എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? മാച്ച് ഇൻ മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ പീപ്പിൾസ് തിയേറ്ററിനെ മാച്ച് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ദെൻ ഭാവൈ ഓർ ലാംലീല ആൻഡ്
നൗഡാങ്കി ഇൻ നോർത്തേൺ ഇന്ത്യ. നോർത്തേൺ ഇന്ത്യയിൽ ഇങ്ങനത്തെ നെയിംസിലായിരുന്നു പീപ്പിൾസ് തിയേറ്റർ അറിയപ്പെട്ടിരുന്നത്. ദെൻ തമാശ ഇൻ മഹാരാഷ്ട്ര ആൻഡ് യക്ഷഗണ ഇൻ കർണാടക. മറ്റു ഒരുപാട് നെയിംസിൽ നമ്മൾ ഒരുപാട് സ്റ്റേറ്റ്സിൽ ഡിഫറെന്റ് നെയിംസിലാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലിസ്റ്റ് ഓഫ് രീതികൾ നമ്മൾ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ ആണോ? Okay. Next question. Describe the influence of British colonial rule on Indian theatre and the rise of anti-colonial theatre. അപ്പോൾ ഈ ഡ്രാമയുടെ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷ് കൊളോണിയലിസം ഡ്രാമയുടെ ആ ഒരു സെക്ഷനെ ഇഫക്റ്റ് ചെയ്തത്, ഇമ്പാക്ട്ഫുൾ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഇൻട്രൊഡ്യൂസ്ഡ് വെസ്റ്റേൺ തിയേറ്റർ ടു ഇന്ത്യ. ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ആണ് വെസ്റ്റേൺ കൈൻഡ് ഓഫ് തിയേറ്റർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അതുവരെയും ഗ്രീക്ക് തിയേറ്ററെ ബേസ് ചെയ്തിട്ട് ഗ്രീക്ക് തിയേറ്ററിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടായിരുന്നു ഇന്ത്യൻ തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നത് അല്ലെ. സോ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിന് ശേഷമാണ് ഈ വെസ്റ്റേൺ തിയേറ്റർ ഇന്ത്യയിലേക്ക് വരുന്നത്. ബ്രിങ്ങിങ് റിയലിസം ആൻഡ് നാച്ചുറലിസം ആൻഡ് മാർക്കിംഗ് ദ റൈസ് ഓഫ് മോഡേൺ ഇന്ത്യൻ തിയേറ്റർ. ഒരു മോഡേൺ ഇന്ത്യൻ തിയേറ്ററിലേക്കാണ് പിന്നീട് ബ്രിട്ടീഷ് കൊണ്ടുവന്നിട്ടുള്ള വെസ്റ്റേൺ ഡ്രാമ ഓർ വെസ്റ്റേൺ തിയേറ്റർ വരുന്നത്. എങ്ങനെയൊക്കെ? റിയലിസം അതുപോലെ തന്നെ നേച്ചുറലിസം ആണ് ഡ്രാമയിലേക്ക് അവർ ചേഞ്ച് ചെയ്തുകൊണ്ട് ഡ്രാമയുടെ എഫക്റ്റ് അവർ കൊണ്ടുവരുന്നത്. റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. Early venues like the Playhouse in 1753, Calcutta Theatre in 1775 and Bombay Theatre in 1776 features the innovations such as the proscenium arch and drop curtain. Though initially a colonial tool, theatre became a means of anti-colonial expression. അപ്പോൾ കൊളോണിയൽ ടൂൾ ആയിരുന്നെങ്കിലും തിയേറ്റേഴ്സ് എന്തായിരുന്നു റെപ്രസെന്റ് ചെയ്തിരുന്നത്? അതായത് ബ്രിട്ടീഷേഴ്സ് ആണ് വെസ്റ്റേൺ ഡ്രാമ അല്ലെങ്കിൽ വെസ്റ്റേൺ തിയേറ്റർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ബട്ട് പിന്നീട് എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പിന്നീട് ഒരു ആന്റി കൊളോണിയൽ എക്സ്പ്രഷനിലേക്കും ആന്റി കൊളോണിയൽ തീംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രാമകളൊക്കെ ആയിരുന്നു പിന്നീട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലേ ചെയ്തിരുന്നത്. Then especially after in 1857 like begin ചെയ്യുന്ന ഒരു കൊളോണിയൽ റൂളിന്റെ ഒരു എക്സ്ട്രീം ലെവൽ എത്തിയത് മുതൽ പിന്നീട് ആന്റി കൊളോണിയലിസം ബിഗിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആന്റി കൊളോണിയലിസം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തീംസ് ആയിരുന്നു. പ്ലേസ് ലൈക്ക് നീൽ ഡർപ്പൺ എക്സ്പോസ്ഡ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ പ്രൊമോട്ടിംഗ് ദ ഡ്രാമാറ്റിക് പെർഫോമൻസസ് സെൻസർഷിപ്പ് ആക്ട് ഇൻ 1876 ടു കർബ് ഡിസന്റ്. ഓക്കെ ആണോ?